ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL നിന്നും ഓൾറെഡി പുറത്തായിട്ടുള്ള ടീമുകൾ IPL പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിട്ടുള്ള വമ്പൻ ടീമുകൾക്ക് പണി കൊടുക്കുന്നത് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഗുജറാത്ത് ടൈറ്റൻസിനെ CSK 83 റൺസിനാണ് തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും RCBയോ PBKസോ ഇനിയൊരൊറ്റ മത്സരം വിജയിച്ചാൽ തന്നെ അവർക്ക് ക്വാളിഫയർ റൗണ്ട് ഉറപ്പിക്കാൻ സാധിക്കും, ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതേപോലെ മുംബൈ ഇന്ത്യൻസിനും ഒരു വലിയ ലോട്ടറി തന്നെയാണ് GTയുടെ തോൽവിയോടുകൂടെ സംഭവിച്ചിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനും കാര്യങ്ങൾ വളരെയധികം അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ വാട്ട് എ പെർഫോമൻസ് ബൈ CSK. തീർച്ചയായിട്ടും ഈ ഒരു സീസണിലുടനീളം CSKയുടെ ബാറ്റിംഗ് പ്രകടനത്തെക്കുറിച്ചായിരുന്നല്ലോ ഏറ്റവും അധികം പഴികേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റർമാർ നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. റീപ്ലേസ്മെന്റായിട്ട് ടീമിലേക്ക് എത്തിയിട്ടുള്ള ആയുഷ് മാത്രയും ഉർവിൽ പട്ടേലും ഡെവോൾഡ് ബ്രവിസും ഒക്കെ അങ്ങ് ആളി കത്തുകയാണെന്ന്. വാട്ട് എ പെർഫോമൻസ്. അതേപോലെ ഡെവോൺ കോൺവേ, അദ്ദേഹത്തിന്റെ മികച്ചൊരു 50 ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ശരിയാണ്, IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസണുകളിൽ ഒന്നാണ് CSKക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CSK പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് സീസൺ അവസാനിപ്പിക്കുന്നതും. പക്ഷേ അടുത്ത സീസണുകളിൽ ഈ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന താരങ്ങളൊക്കെ ഇതേ നിലവാരത്തിൽ കളിക്കുകയാണെങ്കിൽ CSKക്ക് തീർച്ചയായിട്ടും ചില മിന്നും വിലയുള്ള പൊന്നും താരങ്ങളെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതെ, അടുത്ത സീസണിൽ CSK പൊളിച്ചടുക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ഒരു മത്സരത്തിൽ 23 പന്തുകളിൽ 57 റൺസാണ് 240 എന്ന വമ്പൻ സ്ട്രൈക്ക് റേറ്റിൽ ബ്രവിസൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നതും. ബൗളിംഗിലേക്ക് വരികയാണെങ്കിൽ നൂർ അഹമ്മദൊക്കെ എന്നത്തെയും പോലെ ഗംഭീര പ്രകടനം തന്നെയാണ് ഇന്നും നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ 147 റൺസ് എടുക്കാൻ മാത്രമായിരുന്നു GTക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നതും. അതെ, ഈ ഒരു വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസിന് 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇനി അവർക്ക് ലീഗ് സ്റ്റേജിൽ മത്സരങ്ങളൊന്നും ബാക്കിയില്ല. RCBക്കും PBKസിനും ഒരു കളി കൂടി ബാക്കിയുണ്ട്. മുംബൈ ഇന്ത്യൻസിനും ഒരു മത്സരം ബാക്കിയുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് GT ഉള്ളതെങ്കിൽ കൂടി ഈ ടീമുകളിൽ ഏത് ടീമും ഒരൊറ്റ മത്സരം വിജയിച്ചാൽ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനേക്കാൾ മുകളിൽ പോയിന്റ് ടേബിളിൽ കയറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സോ അവർക്ക് എലിമിനേറ്റർ കളിക്കാനുള്ള സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഒരു പെർഫോമൻസും കൊണ്ടും പ്രത്യേകിച്ചും ബട്ട്ലർ കൂടി ഇല്ലാതാവുമ്പോൾ അവർക്ക് പ്ലേ ഓഫിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടതും. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിനും വലിയ തോതിൽ അനുഗ്രഹമായി മാറുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.